മോഡി വി.ഡി. ഇ.ഡി. കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരികെ എത്തും മുമ്പ് ഇവിടെ റെയ്ഡ് അന്വേഷണം ആരംഭിച്ചത്. ഒരു എഫ്ഐആറോ ഒരു എവിഡൻസോ ഇല്ലാത്ത കേസിൽ നടക്കുന്ന ഈ നീക്കം ഗൂഢാലോചനയും പകപോക്കൽ രാഷ്ട്രീയവുമാണെന്ന് വ്യക്തമാണ്. ഇത്തരം നീക്കങ്ങളെ എല്ലാ നിലയിലും ചെറുത്തു തോൽപ്പിക്കാനുള്ള കരുത്ത് പാർട്ടിക്കുണ്ട്. കോൺഗ്രസും ബി.ജെ.പിയും നടത്തിയ ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടി പാർട്ടിയെ തകർക്കാമെന്ന് ആരും കരുതേണ്ടെന്നും വി.എൻ. വാസവൻ കോട്ടയത്ത് പറഞ്ഞു. നിശ്ചയമായും നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ കാര്യത്തിൽ മോഡി ഇ.ഡി. വി.ഡി. കൂട്ടുകെട്ടുകൾ ഉണ്ടെന്നുള്ളതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമല്ലേ ഇന്നലെ പ്രധാനമന്ത്രിയെ കണ്ട് വി.ഡി. സതീശൻ ബൊക്കെ കൊടുത്ത് ഉപഹാരവും കൊടുത്ത് അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പണി ആരംഭിച്ചു കഴിഞ്ഞു. ഇത് നേരത്തെ തന്നെ ഈ കൂട്ടുകെട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം. വി.ഡി. സതീശൻ മുമ്പ് ഗുരുജി ഗോൾവൽക്കറുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ വണങ്ങി വിളക്ക് കത്തിക്കുന്നതും തൊഴുന്നതും കൃത്യമായി ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസവും പത്രങ്ങളിൽ വന്നിരുന്നു. ആരാണ് ഗുരുജി ഗോൾവൽക്കർ? നമ്മുടെ രാജ്യത്ത് ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് 3 തടസ്സങ്ങളുണ്ട്. ആ 3 തടസ്സങ്ങളിൽ നമ്പർ 1 ഇസ്ലാമി, നമ്പർ 2 ക്രിസ്ത്യാനി, നമ്പർ 3 ഈ രംഗത്ത് കമ്മ്യൂണിസ്റ്റ് എന്ന് ഗുരുജി ഗോൾവൽക്കർ തൻ്റെ ബഞ്ച് ഓഫ് തോട്ട് അഥവാ വിചാരധാര എന്ന ഗ്രന്ഥത്തിൽ എൻ്റെ 20ാം ചാപ്റ്ററിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന താത്വിക ആചാര്യനാണ് ബി.ജെ.പിയുടെ അല്ലെങ്കിൽ RSSൻ്റെ താത്വിക ആചാര്യനാണ് ഗുരുജി ഗോൾവൽക്കർ. ആ ഗുരുജി ഗോൾവൽക്കർ ചിത്രത്തിന് മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് തിരികൊളുത്തി അദ്ദേഹത്തെ വണങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ആദ്യം ജയിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നതുമായി ബന്ധപ്പെട്ട് RSSൻ്റെ നേതാവ് വെളിപ്പെടുത്തിയ 2-3 ഘട്ടത്തിലെ സംഭാഷണവും ഉള്ളടക്കവും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വരികയുണ്ടായി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കാലേകൂട്ടി തന്നെ ബി.ജെ.പി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡീൽ കൃത്യമായി വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇ.ഡിയും മോഡിയും വി.ഡിയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഉള്ളടക്കം ഈ റെയ്ഡിൻ്റെ പിന്നിലുണ്ട്. അത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ഇത്തരത്തിലുള്ള നീക്കത്തെ എല്ലാ നിലയിലും ചെറുത്ത് പരാജയപ്പെടുത്താൻ കരുത്തുള്ളൊരു പാർട്ടി കേരളത്തിലുണ്ട്. അത് സടകുടഞ്ഞെഴുന്നേൽക്കും, സംശയം വേണ്ട. ഈ സംഭവത്തിൽ അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇതാണ് സൂചിപ്പിക്കാൻ.